എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാനൊരു തൈരിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ട് ആ ഒരു വീഡിയോ ചെയ്തിട്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നരച്ച മുടിയൊക്കെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഹെയർ കളറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ കമൻസ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ കളർ ഏതാണ്, അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, യൂസ് ചെയ്താൽ വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ എന്നാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ കളറിൻ്റെ വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്, ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ കളർ, എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എത്ര കാലമായി ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഹെന്നയൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. ഹെന്ന യൂസ് ചെയ്യുമ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് തലേന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേന്നാണ് യൂസ് ചെയ്യുക. പിന്നെ അതൊരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ തലയിൽ വെച്ചിരുന്നാലാണ് നമുക്ക് അതിൻ്റെ ഒരു കളർ കിട്ടുക. അപ്പം എനിക്കത് ഒരു ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഞാൻ ഈ അയർലൻഡിൽ വന്നപ്പോൾ എനിക്ക് ഹെന്നയൊന്നും കിട്ടാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഹെയർ കളറാണ് എനിക്ക് കുറച്ചും കൂടെ സ്യൂട്ടാകുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 1.5 വർഷമായിട്ട് ഹെയർ കളറാണ് ഇപ്പോൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, എനിക്ക് ഈ നെറ്റിയുടെ ഭാഗത്തുണ്ടല്ലോ നല്ല നരയുണ്ട്. എനിക്ക് ബാക്ക് സൈഡിലൊന്നും നരയില്ല കേട്ടോ, എനിക്ക് ഈ ഭാഗത്തൊക്കെയാണ് നരയുള്ളത്. അപ്പം ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, മുടി കൊഴിച്ചിലില്ല, അതേപോലെ തന്നെ തലവേദനയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഹെയർ കളറിന്. പിന്നെ നമുക്ക് പെട്ടെന്നൊരു കല്യാണത്തിനൊക്കെ പോകണമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഒരു ഹെയർ കളർ യൂസ് ചെയ്തിട്ട് മുടി കറുപ്പിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഏത് ഫംഗ്ഷനും പോകാനായിട്ട് പറ്റും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ കളർ എന്ന് പറയുന്നത് ലോറിയലിൻ്റെ ഹെയർ കളറാണ്. ഈ ഒരു പാക്കറ്റിൽ നമുക്ക് കിട്ടുന്നത് ഇതാണ് നമ്മുടെ ഹെയർ കളറിൻ്റെ ക്രീം. പിന്നെ ഇത് ഡെവലപ്പറാണ് കേട്ടോ, ഇത് ഡെവലപ്പർ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഹെയർ മാസ്ക് കിട്ടും കേട്ടോ. ചില പാക്കറ്റിൽ നമുക്ക് ഇതിന് പകരം ഹെയർ ഷാമ്പു ആയിരിക്കും, ചില പാക്കറ്റിൽ മാസ്ക് ആയിരിക്കും കേട്ടോ. അത് ആ പാക്കറ്റിൽ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ടാകും കേട്ടോ. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പാക്കറ്റിന് പുറത്ത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിത് കുറേ വർഷമായി, 1.5 വർഷമായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. നന്നായിട്ട് ഷൈനിങ് ആയിട്ട് മുടി കിടക്കുകയും ചെയ്യും, അടിപൊളിയായിട്ടുമാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ലോറിയലിൻ്റെ ഹെയർ കളറാണ്. എല്ലാവരും ഒന്നും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് മനസ്സിലാവും. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ പുറത്തോ ഒക്കെ പോകാനായിട്ട് പറ്റും. ഹെയർ കളർ നമ്മുടെ തലയിൽ നിന്നും ഫെയ്ഡ് ആകും തോറും മുടി ഒരിക്കലും ചുമന്ന് വരത്തില്ല കേട്ടോ. അത് ആ ഒരു നരയോടുകൂടി തന്നെ വരത്തുള്ളൂ. എനിക്ക് ഈ മുടി ചുമന്ന് വരുന്നതിനോട് ഒട്ടും താല്പര്യമില്ല കേട്ടോ. അപ്പം ഞാൻ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ബ്രഷ് വേണം കേട്ടോ. ഇനി നമ്മൾ ആദ്യം എടുക്കുന്നത് ഈ ഹെയർ കളറിൻ്റെ കളർ ക്രീമാണ്. ഇത് ഞാൻ കുറച്ച് ഉപയോഗിച്ചതാണ് കേട്ടോ, ഇത്രയും ഉപയോഗിച്ചതാണ്. അപ്പം നമ്മൾ എടുക്കേണ്ടത്, ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെറിയ തോതിൽ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ കളർ ക്രീമും ഈ ഡെവലപ്പറും ഒരേ റേഷ്യോയിൽ തന്നെ എടുക്കണം കേട്ടോ, ഒരേ അനുപാതത്തിൽ നമുക്കിത് എടുക്കണം. ഈ ഒരു കളറ് നാച്ചുറൽ ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ മുടി നരച്ചതായതുകൊണ്ടാണ് ഞാൻ നാച്ചുറൽ ബ്രൗൺ എടുക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡെവലപ്പറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ആ ഒരു സെയിം റേഷ്യോയിൽ തന്നെ കുറച്ച് ഡെവലപ്പർ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാനിത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം ഞാനിത് ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കൈ ചീത്തയാവും. നമ്മൾ ഇതുപോലത്തെ ഒരു ചീപ്പ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക. എന്നിട്ട് ഓരോ വകച്ചിലെടുത്തിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡീപ്പായിട്ടൊന്നും ഹെയറിൽ അപ്ലൈ ചെയ്യുന്നില്ല. ഈ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രമേ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ ഷോർട്ട് ഹെയർ ഒക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. എൻ്റെ ലോങ് ഹെയർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ചേറെ സമയം എടുക്കും എൻ്റേത് ചെയ്തെടുക്കാനായിട്ട്.
അപ്പം ഞാനിത് മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് വളരെ കുറച്ച് എമൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ അല്ലാതെ തേക്കുമ്പോൾ മുടിയിലെല്ലാം തേക്കാറുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവിടെ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് പിടിച്ച് മസാജ് ചെയ്യരുത്, മുടി പൊട്ടിപ്പോവും. എല്ലായിടത്തും ഒന്ന് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യണം. അതിന് ശേഷം നമുക്ക് മുടി കെട്ടിവെക്കാം. ഇനി നമ്മൾ 1 മണിക്കൂറിന് ശേഷം നമ്മളിത് വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഷാമ്പു യൂസ് ചെയ്യണം. ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെങ്കിലും നിങ്ങളൊരു കണ്ടീഷണർ യൂസ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഇനി വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ മുടി വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. മുടി ഉണങ്ങിയിട്ടൊന്നുമില്ല. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. മുടി നന്നായിട്ട് സ്മൂത്തായിട്ടും ഷൈനിങ് ആയിട്ടും കിടക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.